ഹായ് ഹലോ. ഇന്ന് ദേ പുതിയൊരു ദിവസം അങ്ങനെ തുടങ്ങുവാണല്ലേ. രാവിലെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ കൊച്ചൊക്കെ പോയി, അവൾക്ക് ഇന്ന് ഇഡ്ഡലി സാമ്പാറൊന്നും വേണ്ട. അത് കാരണം കൊണ്ട് എനിക്ക് പയ്യെ ഉണ്ടാക്കിയാൽ മതി. ഇഡ്ഡലിയുടെയൊക്കെ മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. എപ്പോൾ ഞാനിങ്ങനെ അരച്ച് വെച്ചാലും അതിങ്ങനെ തുളുമ്പി മൊത്തം ഇങ്ങനെ താഴെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പം ഇങ്ങനെ പോകാതിരിക്കാൻ, തറയിലൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പാത്രം അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീണ് പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കും. അതിങ്ങനെ നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ഇട്ട് രാവിലെയാണ് ഞാൻ ഉപ്പിടുന്നത്. ഇഡ്ഡലിയാണോ ദോശയാണോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഡ്ഡലിയാണോ ദോശയാണോ കൂടുതൽ പിള്ളേർക്ക് ഇഷ്ടം? ഇവിടെ ഇഡ്ഡലിയും പോവും, ദോശയും കുഴപ്പമില്ല. ചിലപ്പോഴാണ് ഞാൻ ദോശ ഉണ്ടാക്കാറില്ല. ഇഡ്ഡലി അപ്പോൾ പിന്നെ പെട്ടെന്ന് എളുപ്പമുള്ളൊരു പണിയാണല്ലോ. അത് തന്നെ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട് എനിക്ക്. കട്ടൻ ചായ കുടിച്ചൊന്ന് പയ്യെ തുടങ്ങിയാൽ മതി. കാരണം എല്ലാവരും എഴുന്നേറ്റൊക്കെ വന്ന സമയം ആവണേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പയ്യെ ചെയ്താൽ മതി. അത് കാരണം കൊച്ചൊക്കെ നേരത്തെ പോയി, അവൾക്ക് ഇഡ്ഡലി സാമ്പാർ വേണ്ട. അല്ലെങ്കിൽ രാവിലെ അവൾ അതാണ് കൊണ്ടുപോകുന്നത്. കാരണം അവൾ ചോറ് ഉണ്ടാവാറില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം തന്നെയാണ് കൊണ്ടുപോകാറുള്ളൂ. എല്ലാ ദിവസവും എന്തായാലും ഉണ്ടാക്കണം. ഓരോ ആഴ്ചയും കടന്നു പോകുമ്പോഴത്തേക്കും ഒരാഴ്ചത്തെ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരം. ഇന്നും ഇങ്ങനെ മാറി ഉണ്ടാക്കണ്ടേ. അതൊക്കെ ഒരു വലിയൊരു ടാസ്ക്കാണല്ലേ. എനിക്കതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കറി ഉണ്ടാക്കലൊന്നും വലിയ പാടില്ല, എന്തെങ്കിലും കറി ഉണ്ടാക്കാം. പക്ഷേ രാവിലെ ഇന്നും ഇങ്ങനെ മാറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര പണിയാണ്. കാരണം ഒരു ദിവസം ഉണ്ടാക്കിയത് പിറ്റേ ദിവസം വേണ്ട. അങ്ങനെ പിള്ളേരുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഇതാണ്. അവർക്ക് ഒരു ദിവസം ഒരെണ്ണം മതി, പിറ്റേ ദിവസം അതിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇവിടെ. അത് കാരണം കൂടെ ഇന്നും മാറി ഉണ്ടാക്കണം. പിന്നെ കൊച്ചു സ്കൂളിൽ കൊണ്ടുപോകുന്നതും ഈ ഐറ്റം തന്നെ ആയതുകൊണ്ട് മാറ്റി ഉണ്ടാക്കണം. പിന്നെ ഞാൻ രാവിലെ തന്നെ അപ്പോൾ ഇഡ്ഡലി നമുക്ക് വെക്കാം. ഇഡ്ഡലിയുടെ വെന്ത് വരുമ്പോഴത്തേക്കും സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്നാൽ തന്നെ എല്ലാം വയ്യാട്ടോ. കൊച്ചാണെങ്കിൽ അവൻ എഴുന്നേറ്റ് എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റ് വന്നു. അതെങ്ങനെ അറിയണമെന്ന് അറിയില്ല. ഞാൻ എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ ആ ഉപ്പ് എഴുന്നേറ്റ് പോലും. അതെങ്ങനെ അറിയണമെന്ന് അറിയില്ല. ഇപ്പോൾ അതേ കാത്തു കാണാൻ പറഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ടിരിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ വേഗം വരും. കൂടെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. വേഗം വന്ന് ആ പണി ഞാൻ ചെയ്യാം, മതി ചെയ്ത് ചെയ്യാന്ന് പറയാനൊരു സമാധാനമില്ല. എൻ്റെ പുറകെ ഉണ്ടാവും എപ്പോഴും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാം. ഇഡ്ഡലി സാമ്പാറും ചിലപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കും, ചിലപ്പം സാമ്പാർ ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. സാമ്പാറിനാകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, കൈ കിട്ടുന്നതൊക്കെ ഇടും. അപ്പോൾ ആ കഷ്ണങ്ങൾ അങ്ങനെ നമുക്ക് കഴിക്കും ചെയ്യാലും. സാമ്പാറിലുള്ള കഷ്ണങ്ങൾ കഴിക്കാൻ നല്ലൊരു രസമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. സാമ്പാറുണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. കൊച്ചതൊന്നും കഴിക്കില്ല. ഇളയവനൊന്നും കഴിക്കില്ല. അവനതൊന്നും എരിവാന്ന് പറഞ്ഞ് ഇഷ്ടമല്ല. ഇഡ്ഡലിക്കാണെങ്കിൽ എല്ലാം പഞ്ചസാരയിട്ട് അങ്ങനെയാണ് കഴിക്കുള്ളൂ. അവനിപ്പോൾ തന്നെ എന്നിട്ട് വരും. കുറച്ച് നേരം ഇങ്ങനെ ടി വിയൊക്കെ കണ്ടിരിക്കും. പിന്നെ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ അവൻ ആയിരിക്കുന്ന സമയം കൊണ്ട് വേഗം തന്നെ അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു കാര്യം. പിന്നെന്താണ്, അങ്ങനെയാണ് ഓരോ ദിവസത്തിൻ്റെയും അങ്ങനെ ഒരു പോക്ക്. ഇന്ന് ഇഡ്ഡലി സാമ്പാറുമായി. ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ആലോചിക്കും, നാളെ എന്തുണ്ടാക്കും, അങ്ങനെ ഒരു ചിന്തയാണ്. പിന്നെ നാളത്തെ കാര്യം അങ്ങനെ ദിവസങ്ങൾ പോകാനല്ലേ ഭയങ്കര പാട്. അങ്ങനെയാണ് ഓരോ ദിവസം പോകുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിന് വേണ്ടിയിട്ട്. സാമ്പാറിനുള്ള പരിപ്പ് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഫ് ചെയ്യും. പിന്നെ പച്ചക്കറി ഇട്ടിട്ട് 1 വിസിലടിക്കും. അങ്ങനെ ഉണ്ടാവും ഞാൻ സാമ്പാറുണ്ടാക്കുന്നത്. എല്ലാ മസാലകളും എല്ലാ സംഭവങ്ങളും കൂടി അതിനകത്ത് ചെയ്യുന്ന സാമ്പാർ പൊടി എല്ലാം കൂടി ഇട്ടിട്ട് കഷ്ണങ്ങൾ ഉപ്പ് കൂട്ടിട്ടാണ് ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നത്. വിസിലടിച്ച് കഴിയുമ്പോൾ പിന്നെ താളിച്ചാൽ മാത്രം മതിയല്ലോ. അങ്ങനെയാണോ ഞാൻ സാമ്പാറുണ്ടാക്കുന്നത്. ഇഡ്ഡലി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആളെത്തിയിട്ടുണ്ട്. ഇഡ്ഡലി ഞാൻ എടുക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി 2 ഇഡ്ഡലിയും കൊണ്ട് സ്ഥലം വിടും. ഇഡ്ഡലി തിന്നും. ഇഡ്ഡലി ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും പഞ്ചസാര ഇട്ട് രാവിലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തിന്നും. പഞ്ചസാരയിലാണ് പിടിപ്പെടുന്നത്. സാമ്പാർ കൂടി കഴിക്കില്ല. അവൻ കഴിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ സാമ്പാറിൽ അങ്ങനെ എരിവിടാറില്ല. മുളക് പൊടി കുറവാണ് ഇട്ടുന്നത്. അങ്ങനെ ഇട്ടിട്ടൊക്കെയാണ് വെക്കുന്നത്. പക്ഷേ പുള്ളിക്ക് അതുപോലെ എരിവാണ്. എന്ത് തൊട്ടാലും എരിവാണ്. അങ്ങനെയാണ്. അങ്ങനെ അവന് ഇഡ്ഡലി കൊടുത്തു. ഓരോ പിള്ളേർ ഓരോ രീതിയിലാണല്ലേ. അങ്ങനെ സാമ്പാർ തിളച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടിട്ട് സാമ്പാർ ഇങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടല്ലേ. കഴിക്കാനും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സാമ്പാറായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.